വെച്ചിട്ട് ഒരു മാസമായിട്ടില്ല. നമ്മള് കൊടുക്കുന്ന കൂട്ടി കൊടുക്കാന്ന അടുത്ത പറയും. അതന്നെ രണ്ട് കരാറായിട്ടില്ല. അന്നേരം ഇന്ന് പറയുന്ന നാളെ ഇറങ്ങണം വീട്ടിൽ നിന്ന്. ഇതെന്താ ഓറ് പറയുന്ന സമയത്ത് ഇറങ്ങാൻ നമ്മളെന്താ അവിടെ എഗ്രിമെന്റ് ലേറ്റ് നമ്മളാണ് ഈ ചെടി മുഴുവൻ വളർത്തുന്നേ. ഹലോ പിന്നുണ്ടല്ലോ ഞാള് വീട് ചോദിച്ചിട്ടില്ലേനോ എല്ലാം ഏകദേശം ഓക്കെ അല്ലേ? അന്നേരോ ഞങ്ങക്ക് നാളെ ഒന്ന് മാറണം വീട്. ഞാളൊരു നിൽക്കാൻ പറഞ്ഞൊരു ഇതാക്കുന്നുണ്ട്. അപ്പോ നാളെ നിങ്ങളൊന്ന് റെഡിയാക്കി തരുമോ? നിങ്ങൾ ആരെടുക്ക കൊടുക്കും? ഓ അപ്പുറത്തെ വീട്ടില് ഒരെടുക്ക കൊടുക്കൂലേ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഓക്കെ ബാക്കപ്പുറത്തൊക്കെ നേരെ. എന്നാ ശരി, നാളെ വരുമ്പോൾ കാണാം. ശരി. നാളെ ചിലപ്പോ വൈകുന്നേരം ആവുമായിരിക്കും. ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നാ ശരി. നമ്മള് വീട് പറഞ്ഞോല്ലേ പോലെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നാളെ അങ്ങോട്ടേക്ക് എന്തെല്ലാം സാധനം നമ്മള് കൊണ്ടുപോകണമെങ്കിപ്പോ നല്ലത്. അടുത്ത പ്രാവശ്യം താഴെ തന്നെ അവിടെ 2 നില ഉണ്ട്. പക്ഷെ മുകളിൽ കീഴാൻ അത്ര ഇതില്ല. അവിടെ മറ്റേ പഴയ വീടാ. ഇത്രയല്ലോ. വേറെ എന്തെങ്കിലും റെന്റിന് നമ്മളിങ്ങനെ റിസൾട്ടെല്ലാം ഉണ്ടാവുമല്ലോ റെന്റിന് കൊടുക്കണം. അതെടുക്കാന്ന് വിചാരിച്ചാൽ എത്ര പൈസയാണ്. ഫുഡൊക്കെ കിട്ടും. ഇതിനെല്ലാം ഇപ്പൊ തന്നെ ഒരു 5000 ആയിട്ടുണ്ടാവും. എത്ര ദിവസം നിൽക്കുന്നതാ? എഗ്രിമെന്റിൽ പറഞ്ഞ 2 വർഷം. പിന്നെ ഒരു പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അറിഞ്ഞു പോയാൽ മതി. അധികം പ്രശ്നമൊന്നുമില്ല. എന്തോ ആ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെല്ലാം അത്ര ഒരു ഇതില്ല ആ വീടായിട്ട്. മാറ്റണോ? ചെറുക്കിട്ട് കാര്യം പറയാം. പിന്നെ ആ വീട്ടിൽ എന്തെല്ലോ ദുരൂഹതകളുണ്ട് എന്നാണ് ആടെന്ന് പറഞ്ഞ്. തൊട്ട് അയവക്കുള്ളൊരു ഒരാള് പറഞ്ഞതാ എന്നോട്. നിങ്ങൾ ഈ വീടാണ് എടുക്കുന്നത്, ഈ വീടിന്റെ സ്റ്റോറി മുമ്പ് അറിയില്ലേ എല്ലാം പറഞ്ഞത്. പക്ഷെ ഞാൻ വീട്ടിലെല്ലാം കയറി നോക്കിയത്. എത്ര സമയം? എനിക്ക് 6:30 മുമ്പേ പോകണം. 6:34. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് 6:30 മുന്നേ എത്താൻ പറഞ്ഞത്. 6:30 പോവാം. ഇനിയിപ്പോൾ എന്നെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പോട്ടെ. ഇത് എനിക്ക് ആളുന്നിട്ട് മെച്ചണ്ട വഴിയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത്. ശരി, നാളെ നോക്കാം നമുക്ക്. ഫ്രണ്ടിലോട്ട്